ഹായ് തൻസീലയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയുടെ പ്രചരണത്തിൻ്റെ സമയത്ത് ഞാൻ കേട്ടതാണ്. സ്ഥാനാർത്ഥി പറയുകയാണ്, ഞാൻ വർഷങ്ങളായിട്ട് ജനസേവനം ചെയ്യുന്ന ആളാണ്. ഞാൻ ജോലി പോലും വേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ ഫൈൻ. പക്ഷേ ആ ആളെങ്ങനെ അങ്ങനെയാണെങ്കിൽ ജീവിച്ചു? അയാളുടെ കുടുംബം എങ്ങനെ നോക്കി? ഫാമിലി മാനാണ്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആളെങ്ങനെ ജീവിച്ചു? അപ്പോൾ അതൊരു പോയിൻ്റ് അല്ലേ? അപ്പോൾ നിങ്ങളൊരിക്കലും ആൾ അത്യാവശ്യം വാങ്ങിക്കുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ജനങ്ങളല്ലേ പലതും പറയുമല്ലോ. പക്ഷേ ഇതോടുകൂടി ഉറപ്പായ കേട്ടത് ശരിയാണെന്നുള്ളത്. അപ്പം ഒബ്വിയസ്ലി നല്ലൊരു കാര്യമാണ് പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ ജനസേവനം എന്ന് പറയുന്നത്. വോട്ട് ചെയ്തു, ജനസേവനമാണ് പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്. ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനസേവനമാണ്, അതല്ലാതെ നിങ്ങളുടെ തൊഴിലല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പെർട്ടിക്കുലർലി പേരെടുത്ത് പറയാത്തത്, ഒന്ന് ആളെ അപമാനിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ലാത്തതുകൊണ്ട്, രണ്ട് ഈ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം നിൽക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ ഓർമ്മപ്പെടുത്തലേക്ക് ജയിക്കുകയാണെങ്കിൽ ജനങ്ങളെ സേവിക്കുക, അതല്ലാതെ സ്വന്തം കുടുംബത്തേക്ക് കൊണ്ടുപോകാം എന്ന ഉദ്ദേശത്തേക്കാണെങ്കിൽ മത്സരിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ മത്സരിച്ചാൽ ജയിച്ചാലും നിങ്ങൾക്ക് പിന്മാറാനുള്ള ഓപ്ഷനുണ്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര രൂപയാണെങ്കിലും കിട്ടുന്നത് ജനങ്ങൾ നികുതി അടയ്ക്കുന്ന പണമാണ്, ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ ജനങ്ങളെ സേവിക്കാനാണ് നിങ്ങളെ നിർത്തിയേക്കുന്നത്. അതല്ലാതെ കിട്ടുന്ന കാശ് ഞാൻ വലിയ സംഭവമാണ്. ഇപ്പം ഒരു മന്ത്രി ആയിക്കോട്ടെ, ഈവൻ ഒരു വാർഡ് മെമ്പർ ആയിക്കോട്ടെ, അവരുടെ വിചാരം അവരെന്തോ ഭയങ്കര സംഭവമാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഒബ്വിയസ്ലി അവർക്ക് ഇപ്പോൾ ഒരു മന്ത്രി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു MLA ഒരു MP വരുമ്പോഴത്തേക്കും റോഡ് ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ആരെയും വരുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സമയത്തിന് ഓരോ മിനിറ്റിനും വിലയുള്ളതുകൊണ്ടിട്ടാണ്. കാരണം അവർ നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നതുകൊണ്ടിട്ടാണ്. പക്ഷേ ആ ഓട്ടം നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. അതല്ലാതെ ബിസിനസ് മീറ്റിനും അതിനും ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ പങ്ക് എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കാൻ നിൽക്കരുത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്ന രീതിക്കുള്ളതാണെങ്കിൽ ഈ നാട് പണ്ടേ നന്നായി പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇനി വരുന്നവരും, ഇപ്പോൾ യുവതലമുറയിൽ ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും അവനവൻ്റെ കുടുംബം നന്നാക്കാനായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത്. ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിക്ക് അവനവൻ്റെ നാട് നന്നാക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു നാഷണൽ സ്പിരിറ്റ് മനസ്സിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ നാട് രക്ഷപ്പെടും. കാരണം നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിന്നുന്ന ഓരോ അന്നവും ഓരോ ജനങ്ങളുടെയും വേർപ്പാണ്. അത് ഓർത്തുകൊണ്ട് മാത്രം ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നതിൽ നേരുണ്ടോ എന്ന് അറിയുണ്ടോ. താങ്ക് യു.